നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് എം.പി. ആയി പോയതിനു ശേഷം ശശി തരൂരിനെ കുറിച്ച് ഏറെയൊന്നും അറിവില്ലാതിരിക്കുകയായിരുന്നു. കാര്യം ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു, 3 തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഈ സമയത്തൊന്നും നമ്മൾ ശശി തരൂരിനെ കണ്ടിട്ടില്ല. തിരുവനന്തപുരത്തുകാർ തന്നെ ശശി തരൂരിനെ വളരെ വിരളമായി മാത്രമേ കാണാറുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എന്നിരുന്നാൽ പോലും ശശി തരൂർ താനിവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ വാചാടോപങ്ങൾ നടത്തുന്ന പതിവാണ്. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഹോർത്തൂസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പിന്നെ സംബന്ധിക്കാനായി എത്തിയപ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇതിനു മുൻപ് അദ്ദേഹം ബി ജെ പിയിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും ബി ജെ പിയിലേക്ക് പോകാൻ തനിക്കൊരു താല്പര്യവുമില്ല എന്നും നേരത്തെ തന്നെ അദ്ദേഹം പല വേദികളിലും പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അന്ന് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത്, നരേന്ദ്രമോദിയുടേതല്ല, വാജ്പേയി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു മന്ത്രി അദ്ദേഹത്തെ കാണാനായി ന്യൂയോർക്കിൽ എത്തിയിരുന്നു. അതായത് ന്യൂയോർക്കിൽ പോയത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ബി ജെ പിയിൽ എത്തണമെന്നും ബി ജെ പിയുടെ ഒരു നേതാവായി പിന്നീട് അറിയപ്പെടണമെന്നും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതിന് ശേഷം വിദേശകാര്യമന്ത്രിയായി താങ്കൾ സേവനം അനുഷ്ഠിക്കണമെന്നും ആവശ്യപ്പെടാൻ വേണ്ടിയാണത്രേ ഈ പറയുന്ന ഒരു മന്ത്രി അദ്ദേഹത്തെ കാണാനായി അവിടെ എത്തിയത്. അപ്പോൾ അന്ന് പറഞ്ഞു താൻ ഒരിക്കൽ പോലും ഈ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ താൻ എപ്പോഴും എതിർത്ത് സംസാരിക്കുന്ന ചില ഏതിനോടാണോ തനിക്ക് എതിർപ്പുള്ളത് അത്തരം വിശ്വാസങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഒരു ബി ജെ പിക്കാരനായിരിക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് മടക്കി അയക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അതായത് ശശി തരൂര് ഇപ്പോൾ എന്തിനിങ്ങനെ ഒരു വാചകം അദ്ദേഹം പറയുന്നു? ഇതിനു മുൻപും അദ്ദേഹം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, എന്നെ ബി ജെ പിക്കാർ ക്ഷണിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം നരേന്ദ്രമോദിയെ കുറ്റം പറയുകയാണ്. നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ മോശപ്പെട്ട പ്രസംഗങ്ങളെക്കുറിച്ച്, ആ പ്രസംഗങ്ങൾ എല്ലാം തന്നെ ഈ പറയുന്ന ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഒരാൾ, ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ഒരാൾ, അദ്ദേഹം RSSകാരനായിരുന്നു എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഹിന്ദുക്കൾക്കെതിരാണ് മഹാത്മാഗാന്ധി എന്ന് 8ാം ക്ലാസ് മുതൽ കേട്ടുപഠിച്ച RSSന്റെ പാഠം അത് ഉൾക്കൊണ്ട് വളർന്ന നരേന്ദ്രമോദി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ശശി തരൂർ പറയുന്നു. നരേന്ദ്രമോദി അത് കേട്ടിട്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് ഇപ്പോഴും അദ്ദേഹം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു നരേന്ദ്രമോദി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ, അല്ലെ അത്തരം മോശപ്പെട്ട വികാരങ്ങളിലേക്ക്, വിശ്വാസങ്ങളിലേക്ക് പോകുവാൻ തനിക്ക് താല്പര്യമില്ല. താൻ വളർന്നതും അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി പിന്തുടരുന്നതും കോൺഗ്രസിന്റെ പാതയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് തുടങ്ങിയ ചർച്ചകളൊന്നും ഇന്ന് സമൂഹത്തിൽ നടക്കുന്നില്ല. ആ ഒരു ചർച്ചയിൽ നിന്നെല്ലാം പലരും ശശി തരൂരിനെ ഒഴിവാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ശശി തരൂരിന്റെ ഏറ്റവും വലിയ ശത്രു എനിക്കൊന്ന് VD സതീശനാണെന്ന് തോന്നുന്നു. അവർ പോലും ഇത്തരത്തിലൊരു പ്രയോഗം ശശി തരൂരിനെതിരെ നടത്തിയിട്ടില്ല. ശശി തരൂരിനെതിരെ ഒരു CPM-കാരൻ പോലും ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. ഒരു BJP-കാരനും ശശി തരൂർ BJP-യിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പറച്ചിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? വെറുതെയൊന്നും അല്ല. അദ്ദേഹം പറയുന്ന ഇതാണ്, വിദേശകാര്യ മന്ത്രിസ്ഥാനം, തനിക്കൊരു മന്ത്രിസ്ഥാനം വരെ വെച്ചു നീട്ടിയിട്ട് പോലും അതിനെ തൃണവത്ഗണിച്ചുകൊണ്ട്, അതുപോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരാളാണ് ശശി തരൂർ എന്ന് സ്വയം വിശ്വസിപ്പിക്കുകയും മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തരൂർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പോളിസി. അതെന്തിനു വേണ്ടി? ആരെ കബളിപ്പിക്കാൻ? നാളെ ഒരു സമയത്ത് ശശി തരൂരിന് മനംമാറ്റം ഉണ്ടായേക്കാം എന്നുള്ളതല്ലേ അതിൻ്റെ സൂചന? ഞാൻ നാളെ കോൺഗ്രസ് വിടാനുള്ള സാധ്യതയുണ്ട്. അതായത് എനിക്ക് BJP-യിൽ നിന്ന് ഇത്രയും മികച്ച ഓഫർ ലഭിച്ചിട്ട് പോലും ഞാൻ പോയിട്ടില്ല. കാര്യം ഞാൻ വളർന്ന, ഞാൻ പഠിച്ച, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് എന്ന് ശശി തരൂർ പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? തനിക്ക് ഇത്രയും മികച്ചൊരു ഓഫറാണ് ലഭിച്ചത്, എന്നിട്ട് പോയിട്ടില്ല. എന്നിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് അതിനോടൊപ്പമുള്ള ഒരു ഓഫർ എനിക്ക് കോൺഗ്രസ് പാർട്ടി തരേണ്ടതല്ലേ എന്നുള്ളതാണ്. അങ്ങനെ തന്നില്ല എങ്കിൽ, മറിച്ചാണ് തീരുമാനമെങ്കിൽ, കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ആനുകൂല്യം തനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, തനിക്ക് അങ്ങനെ മികച്ച ഒരു ഓഫർ തരാൻ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല എങ്കിൽ തൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നിലനിൽപ്പുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശശി തരൂർ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു കൊടി പിടിച്ച ചർച്ചകളൊന്നും ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പോകുന്നുണ്ടോ, BJP-യിലേക്ക് പോകുന്നുണ്ടോ തുടങ്ങിയ ചർച്ചകളൊന്നും വരാത്തൊരു സാഹചര്യം. നേരത്തെ നമുക്കറിയാവുന്ന പോലെ ഇദ്ദേഹം K. സുധാകരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നതിന് എന്നെ ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ള കാര്യം.
അപ്പോൾ അന്നൊക്കെ ആ ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരുന്നു. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല. പോകേണ്ടവരൊക്കെ പോയി സേഫായി ഓരോ സ്ഥലത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃത്യമായ പ്രാതിനിധ്യത്തോടു കൂടി താല്പര്യമില്ലാത്തവരെല്ലാം പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സരിനെ നോക്കിക്കഴിഞ്ഞാൽ സരിൻ അവിടെ നിന്ന് പാർട്ടി വിട്ടതിന് ശേഷം അവിടെ പോയി പാലക്കാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നിരവധി പേർ ഇതിനെ തുടർന്ന് പാർട്ടി വിട്ടു കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും നിലവിൽ ശശി തരൂരിനെ പോലെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലെ അതുമല്ലെങ്കിൽ ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന എം പി സ്ഥാനത്തിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഇതുവരെ യാതൊരു തരത്തിലുള്ള ചർച്ചകളും വന്നിട്ടില്ല. അപ്പം ചുരുക്കത്തിൽ ശശി തരൂർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് തോന്നുന്നു. അത് ഉറപ്പിച്ചു പറയാനായിട്ടില്ല. എനിക്ക് എത്രയും മികച്ച ഒരു ഓഫർ ആയിരിക്കണം തനിക്കിനി ലഭിക്കേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടി എന്നുള്ള നിലയിലായിരിക്കും ഇത് പറഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് ശശി തരൂരിനൊരു താല്പര്യമുണ്ട് എങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കോൺഗ്രസിലെ ഏറ്റവും മികച്ച മാറ്റം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശശി തരൂർ അങ്ങനെ മുഖ്യമന്ത്രിയായി വരിക, ശശി തരൂർ നിലപാടുകളിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു നേതാവാണ് എന്നുള്ളതാണ് ഈ കോൺഗ്രസിലെ ഇതുവരെയുള്ള നേതാക്കന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന ചരിത്രം അറിയുന്ന അത്രത്തോളം ദീർഘദർശിയായ ഒരാൾ തന്നെ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് തീർച്ചയായും ശശി തരൂരിനെ തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തന്നെ നടപ്പിലാക്കുന്നതായിരിക്കും നല്ലത്. ഈ സതീശൻ പണ്ട് പറഞ്ഞിരിക്കുന്ന പോലെ ഊതി വീർപ്പിച്ച ബലൂണുകളൊന്നും അല്ല അതൊക്കെ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയ പഠനത്തിലൂടെ കൃത്യമായ ചരിത്ര പഠനത്തിലൂടെ രാഷ്ട്രീയത്തെ പഠിച്ചു വളർന്നു വന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് പുകമറകൾ ഉണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ല ശശി തരൂരിൻ്റേത്. പിന്നെ ശശി തരൂർ എന്തൊക്കെ വികസന പ്രവർത്തനം നടത്തി എന്ന് ചോദിക്കുന്നവരോട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പറഞ്ഞാൽ മതി. ആ വികസന പ്രവർത്തനങ്ങളൊന്നും കാണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.